ഞാൻ മോഹൻലാലിൻ്റെ അടുത്ത ബന്ധുവാണ്. ഈ ബന്ധത്തിലൂടെയാണ് മോഹൻലാൽ സാർ എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. പുതിയ വെളിപ്പെടുത്തൽ നടത്തി നടി ശ്രേയ രമേശ്. സൂപ്പർ ഹിറ്റ് സിനിമകളിലെ മികച്ച ഒരുപിടി വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ ശ്രദ്ധ നേടിയ നടിയാണ് ശ്രേയ രമേശ്. എന്നും എപ്പോഴും, ഒടിയൻ, ഒപ്പം എന്നിങ്ങനെ ഒരുപിടി ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിലൂടെയാണ് ശ്രേയ രമേശ് പ്രേക്ഷക ശ്രദ്ധ നേടുന്നത്. ഇപ്പോഴിതാ തൻ്റെ സിനിമാ പ്രവേശനത്തെക്കുറിച്ചുള്ള ശ്രേയയുടെ വെളിപ്പെടുത്തലാണ് ശ്രദ്ധേയമാകുന്നത്. മിനി സ്ക്രീനിലൂടെയായിരുന്നു താരത്തിൻ്റെ ചുവടുവെപ്പ്. വീട്ടിൽ യാതൊരു തരത്തിലുള്ള കലാപാരമ്പര്യവും ഇല്ലാത്തതുകൊണ്ട് ഒളിച്ചുപാത്തുമാണ് പഠനകാലത്ത് കലാപരിപാടികളിൽ പങ്കെടുത്തിരുന്നത്. എന്നാൽ മറ്റു പല അഭിനയമോഹികൾക്കും ലഭിക്കാത്ത ഒരവസരം ശ്രേയയ്ക്ക് ലഭിച്ചു. തൻ്റെ മോഹങ്ങൾക്ക് ചിറകുകൾ നൽകുന്ന ഒരു ഭർത്താവ്. വിവാഹശേഷം ഭർത്താവ് രമേശൻ നായരോടൊപ്പം വിദേശത്തേക്ക് പോയി പിന്നീട് അദ്ദേഹത്തിൻ്റെ പിന്തുണയോടെയാണ് കലാരംഗത്ത് സജീവമായത്. വിദേശത്താണെങ്കിലും അവിടുത്തെ കലാപരിപാടികളിലെല്ലാം പങ്കെടുക്കുമായിരുന്നു. അങ്ങനെയാണ് കുങ്കുമപ്പൂ സീരിയലിലേക്ക് എത്തപ്പെട്ടത്. പിന്നെ മറ്റൊരു രഹസ്യം, നടൻ മോഹൻലാൽ എൻ്റെ ബന്ധുവാണ് എന്നതാണ്. ഈ ബന്ധത്തിലൂടെയാണ് സിനിമയിലേക്ക് എത്തപ്പെട്ടത് തന്നെ. എന്നെ ഒരിക്കൽ പോലും അഭിനയത്തിൻ്റെ ലോകത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ലാത്ത ലാലേട്ടൻ കുങ്കുമപ്പൂവ് എന്ന സീരിയൽ കണ്ടതോടെ എന്നെ അഭിനയിക്കുന്നുള്ള താല്പര്യം വളർത്തുകയായിരുന്നു. എന്നും എപ്പോഴും എന്ന സിനിമയിൽ അങ്ങനെയാണ് ഞാൻ എത്തുന്നത്. വീട്ടുകാർക്ക് ഈ കാര്യങ്ങളിൽ എതിർപ്പായിരുന്നുവെങ്കിലും ഭർത്താവിൻ്റെ പൂർണ്ണ പിന്തുണ വീട്ടുകാർ നിലപാടുകൾ മാറ്റി വന്നിരുന്നുണ്ട്. മോഹൻലാൽ നായകനായ ലൂസിഫർ എന്ന ചിത്രത്തിൽ തനിക്ക് കിട്ടിയ പ്രധാന കഥാപാത്രവും ഇപ്പോൾ ശ്രദ്ധേയമായി മാറിക്കൊണ്ടിരിക്കുന്നു. ലൂസിഫർ എന്ന ചിത്രത്തിൻ്റെ വിമർശനങ്ങളും വിവാദങ്ങൾക്കുമിടയിൽ തൻ്റെ അഭിനയത്തെ പ്രേക്ഷകർ സ്വീകരിച്ചു എന്നതിൽ താൻ അഭിമാനം കൊള്ളുന്നുവെന്ന് നടി അറിയിക്കുന്നു.